ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയിട്ടുള്ള വേർ ഗോ ദ ബോട്ട്സ് എന്ന് പറയുന്ന പോമാണ്. ടൈറ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു ടൈറ്റിൽ. എന്താണ്? വേർ ഗോ ദ ബോട്ട്സ്, ബോട്ടുകളെല്ലാം എവിടേക്കാണ് പോകുന്നത് എന്നാണ് ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാരുടെ ബോട്ടാണ്, ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള സംശയം നമുക്കും ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള പിക്ചർ നോക്കിയേ. അവിടെ ഒരു റിവർ ഉണ്ടല്ലേ. റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുഴ, ഒരു നദിയുണ്ട്. ആ ഒരു റിവറിൻ്റെ കരയിലായിട്ട് ഒരു ബോയ് ഇരിക്കുന്നുണ്ട് അല്ലേ, ഒരു ആൺകുട്ടി. അവൻ എന്താ ചെയ്യുന്നത്? പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കിയിട്ട് പുഴയിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ കവിതയുടെ ടൈറ്റിലിൽ ഈ ബോട്ടുകളെല്ലാം എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ കവിതയിലേക്ക് വരാം. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. 4 ലൈൻസ് വീതം വരുന്ന 4 സ്റ്റാൻസാസ് ആണ് ഈ ഒരു പോയത്തിന് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻസർ നോക്കാം. ഡാർക്ക് ബ്രൗൺ ഈസ് ദ റിവർ, ഗോൾഡൻ ഈസ് ദ സാൻഡ്, ഇറ്റ് ഫ്ലോസ് അലോങ് ഫോർ എവർ വിത്ത് ട്രീസ് ഓൺ ഈദർ ഹാൻഡ്. ഈ ഒരു പോയത്തിലൂടെ ആ ഒരു പുഴയ്ക്കരികിലിരുന്ന് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി കളിക്കുന്ന ആ ഒരു ചെറിയ കുട്ടിയുടെ ഭാവനയും അവൻ്റെ സങ്കല്പങ്ങളും അവൻ്റെ ബോട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പോയത്തിലൂടെ വിശദീകരിക്കുന്നത്. ഡാർക്ക് ബ്രൗൺ ഇസ് ദ റിവർ. അപ്പം ഇവിടെ റിവറിൻ്റെ കളറാണ് പറയുന്നത്, പുഴയുടെ കളറ്. അതായത് ചെളിയൊക്കെ കുത്തി ഒഴുകി വരുന്ന സമയത്തൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് റിവറിനുണ്ടാവുക. അതായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗോൾഡൻ ഈസ് ദ സാൻഡ്. സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണലാണ് അല്ലേ. അപ്പോൾ എന്താണ്? ആ ഒരു പുഴയുടെ അടിത്തട്ടിലുള്ള മണലിൻ്റെ കളർ എന്താണ്? ഗോൾഡൻ കളർ എന്നാണ് കുട്ടി പറയുന്നത്. ഇറ്റ് ഫ്ലോസ് അലോങ് ഫോർ എവർ. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം, പുഴ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അപ്പം പുഴ എന്താണ്? നിർത്താതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അല്ലേ. ഫോർ എവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും. അപ്പോൾ പുഴ എന്താണ്? എപ്പോഴും നിർത്താതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. വിത്ത് ട്രീസ് ഓൺ എയ്തർ ഹാൻഡ്. എയ്തർ ഹാൻഡ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുഴയുടെ ഇരുവശത്തായും എന്തുണ്ട്? വിത്ത് ട്രീസ്, മരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. പുഴയുടെ അരികിലായിട്ട് എന്തുണ്ട്? മരങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. 2 വശത്തായിട്ടും മരങ്ങളുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. Green leaves a floating castle of the foam, boats of mine a boating, where will all come home. അപ്പോൾ എന്താണ്? ഗ്രീൻ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച ഇലകൾ അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുഴയുടെ ഇരുവശത്തുമായിട്ടും മരങ്ങൾ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ മുകളിൽ നിന്നും പച്ച ഇലകൾ എങ്ങോട്ട് വീഴുന്നുണ്ട്? പുഴയിലേക്ക് വീഴുന്നുണ്ട്. എഫ്ലോട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയെന്നാണ്. അപ്പോൾ എന്താണ്? ഈ പുഴയുടെ ഇരുവശത്തായിട്ടുമുള്ള മരങ്ങളുടെ മുകളിൽ നിന്ന് പൊഴിയുന്ന പച്ച ഇലകൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. കാസിൽസ് ഓഫ് ദ ഫോം. ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതയാണ്. കാസ്റ്റിൽ എന്ന് വായിക്കരുത്, കാസിൽ എന്നാണ് പ്രൊനൗൺസിയേഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടയാണ് കേട്ടോ. കാസിൽ മീൻസ് എന്താണ്? കോട്ടയാണ്. അപ്പം നമുക്കറിയാം, ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് പത കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം വന്ന് ഉണ്ടാവുന്ന ആ പത ഒരു കോട്ട പോലെയാണ് കുട്ടിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പത കൊണ്ടുള്ള കോട്ടകൾ ഉണ്ടാവുന്നുണ്ട് പുഴയിൽ. ബോട്ട്സ് ഓഫ് മൈൻ എ ബോട്ടിങ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുകയാണ്? അത് കുട്ടിയുടെ ബോട്ട്സ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒഴുക്കി വിടാൻ തുടങ്ങുകയാണ്. വേർ വിൽ ഓൾ കം ഹോം. അപ്പോൾ കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്, വേർ വിൽ ഓൾ കം ഹോം, എപ്പോഴാണ് ഈ ബോട്ട്സൊക്കെ എന്താണ് ഒരു തീരത്തേക്ക് അടിയുന്നത്, അല്ലെങ്കിൽ ഈ ബോട്ട്സൊക്കെ എവിടെയായിരിക്കും എത്തിച്ചേരുക എന്നൊക്കെയുള്ള കുട്ടിയുടെ മനസ്സിലെ ആശങ്കകളാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ളത്? പുഴയുടെ ഇരുവശത്തുമുള്ള മരങ്ങളിൽ നിന്ന് വീഴുന്ന പച്ച ഇലകൾ പുഴയുടെ മുകളിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. പിന്നെ എന്താണ്? വെള്ളം വന്ന് വീഴുന്ന ആ ഒരു ഭാഗത്തുണ്ടാവുന്ന പത, അതൊരു കോട്ട പോലെ കാണപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? കുട്ടി അവൻ്റെ ബോട്ടുകൾ ഒഴുക്കി വിടുകയാണ്. അപ്പം അവനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ബോട്ടുകളൊക്കെ എപ്പോഴായിരിക്കും ഒരു കരയിലേക്ക് അടുക്കുക, അല്ലെങ്കിൽ എവിടെയായിരിക്കും ഈ ബോട്ടുകളൊക്കെ ചെന്ന് ചേരുക എന്നൊക്കെയാണ് ഈ ഒരു സ്റ്റാൻസയിലൂടെ പറയുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ നോക്കാം.
ഓൺ ഗോസ് ദ റിവർ ആൻഡ് ഔട്ട് പാസ് ദ മിൽ, എവേ ഡൗൺ ദ വാലി, എവേ ഡൗൺ ദ ഹിൽ. ഈ ഒരു സ്റ്റാൻസയിലൂടെ ആ കുട്ടി തൻ്റെ പേപ്പർ ബോട്ട്സ് റിവറിലേക്ക് ഒഴുക്കി വിട്ടതിന് ശേഷം അത് പോകുന്ന വഴികളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓൺ ഗോസ് ദ റിവർ, ആ ഒരു പേപ്പർ ബോട്ട് എന്താണ് പുഴയിലൂടെ എങ്ങനെ ഒഴുകി പോവുകയാണല്ലേ. ആൻഡ് ഔട്ട് പാസ് ദ മിൽ, അതെന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള മില്ലിനെയൊക്കെ കടന്ന് അങ്ങ് പോകുന്നുണ്ട്, ഒഴുകി പോകുന്നുണ്ട് പുഴ ഒഴുകുന്നതിനനുസരിച്ച്. അവേ ഡൗൺ ദ വാലി, വാലി എന്ന് പറഞ്ഞാൽ എന്താണ്, താഴ്വര അല്ലേ. അപ്പോൾ മില്ലിനെ കടന്നു പോയി ഇപ്പോൾ അതാ താഴ്വരയിലെത്തി, താഴ്വരയുടെ ദൂരത്തേക്ക് എത്തി. അവേ ഡൗൺ ദ ഹിൽ, ഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കുന്ന് അല്ലേ. അപ്പോൾ എവേ ഡൗൺ ദ ഹിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുന്നിൻ്റെ താഴേക്കെത്തി എന്ത്, നമ്മളുടെ ഈ കുട്ടി പുഴയിലേക്ക് ഒഴുക്കി വിട്ട പേപ്പർ ബോട്ട്. അപ്പം ഈ ഒരു സ്റ്റാൻസയിലൂടെ എന്താണ് പറയുന്നത്, ആ കുട്ടി തൻ്റെ പേപ്പർ ബോട്ട് ഒഴുക്കി വിട്ടതിന് ശേഷം അത് പോകുന്ന വഴികളെക്കുറിച്ചാണ് അല്ലേ. മില്ലിനെ പാസ് ചെയ്തു പോയി, പിന്നെ എന്താണ്, വാലി താഴ്വര അല്ലേ, താഴ്വരയിലേക്ക് എത്തി, പിന്നീട് കുന്നിൻ്റെ താഴേക്ക് ആ ഒരു ഭാഗത്തേക്ക് പേപ്പർ ബോട്ട് എത്തുകയാണ് അല്ലേ. അപ്പോൾ പുഴ ഒഴുകുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ ഈ ഒരു കുട്ടിയുടെ പേപ്പർ ബോട്ടും ഇങ്ങനെ ഒഴുകി ഒഴുകി മുൻപോട്ട് പോകുന്നതായിട്ട് ഈ കുട്ടി ഇമാജിൻ ചെയ്യുകയാണ് അല്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻസർ നോക്കാം. അവേ ഡൗൺ ദ റിവർ 100 miles or more, other little children shall bring my boats ashore. എന്താ പറയുന്നത്, എവേ ഡൗൺ ദ റിവർ, നമ്മൾ പറഞ്ഞു അല്ലേ, ആ ഒരു പേപ്പർ ബോട്ട് എന്താണ് മില്ലും അതേപോലെ താഴ്വരയും കുന്നൊക്കെ താണ്ടി എങ്ങനെ പോകുന്നു അതാണ്. അപ്പം അകലെ നദിയിൽ 100 miles or more, മൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരത്തിൻ്റെ അളവാണ്. അപ്പോൾ എന്താണ്, 100 മൈൽ അല്ലെങ്കിൽ അതിലും ദൂരെ ഈ ഒരു ബോട്ട് പോയിട്ടുണ്ടാവും എന്ന് കുട്ടി ഇമാജിൻ ചെയ്യുകയാണ്. കാരണം എന്താണ്, ഈ ബോട്ട് പുഴ ഒഴുകുന്നതിനനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പേപ്പർ ബോട്ട് 100 മൈലിനേക്കാൾ അധികം ദൂരം താണ്ടി മുൻപോട്ട് പോയിട്ടുണ്ടാവുന്ന ഈ കുട്ടി ഇമാജിൻ ചെയ്യുകയാണ്. അതർ ലിറ്റിൽ ചിൽഡ്രൻ ഷാൽ ബ്രിങ് മൈ ബോട്ട്സ് അഷോർ. എന്താ പറയുന്നത്, അതർ ലിറ്റിൽ ചിൽഡ്രൻ, ബാക്കിയുള്ള കുഞ്ഞു കുട്ടികൾ അല്ലേ, കുഞ്ഞു കുട്ടികൾ ഇവനെപ്പോലെ തന്നെ പുഴയുടെ തീരത്തൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യാം, ഷാൽ ബ്രിങ് മൈ ബോട്ട്സ് അഷോർ, അവരൊരു പക്ഷേ എൻ്റെ ബോട്ടിനെ തീരത്തടുപ്പിച്ചേക്കാം. അഷോർ മീൻസ് തീരമാണ് കേട്ടോ. അപ്പോൾ അവരെൻ്റെ എന്താണ് ബോട്ട്സിനെ തീരത്തേക്ക് എത്തിച്ചേക്കാം അല്ലേ. ഇപ്പോൾ കുട്ടികൾ എന്താണ് പുഴയുടെ അരികിലൊക്കെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ ഇങ്ങനെ പേപ്പർ ബോട്ട് വരുന്ന സമയത്ത് അവരുടെ കയ്യെത്തും ദൂരത്താണെങ്കിൽ അല്ലെങ്കിൽ നീന്താൻ അറിയാവുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ നീന്തിയിട്ട് ഈ ഒരു പേപ്പർ ബോട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അവർ ആ പേപ്പർ ബോട്ട് എടുത്തിട്ട് തീരത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളുടെ ഈ കുട്ടി ചിന്തിക്കുന്നത്. തൻ്റെ പേപ്പർ ബോട്ട്സ് ഒരു പക്ഷേ പുഴയുടെ തീരത്തൊക്കെ ഇരുന്ന് കളിക്കുന്ന മറ്റ് ചെറിയ കുട്ടികൾ കരയിലേക്ക് അടുപ്പിച്ചേക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ തൻ്റെ പേപ്പർ ബോട്ട് എവിടെ എത്തും എന്നുള്ള അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോവുക എന്നുള്ള ആശങ്കയിലാണ് കുട്ടിയുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ടൈറ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്, വേർ ഗോ ദ ബോട്ട്സ് അല്ലേ. എവിടേക്കാണ് ഈ ബോട്ട്സ് പോവുക എന്നുള്ള കുട്ടിയുടെ ആ ഒരു ആശങ്ക ഈ എന്താണ് പോയത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അവസാനത്തെ സ്റ്റാൻസയിൽ കുട്ടി ചിന്തിക്കുകയാണ് ഒരു പക്ഷേ എന്താണ്, തീരത്തിരുന്ന് കളിക്കുന്ന പുഴയുടെ തീരത്തിരുന്ന് കളിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ തൻ്റെ ബോട്ടിനെ തീരത്തേക്ക് അടുപ്പിച്ചേക്കാം, അല്ലെങ്കിൽ തീരത്തേക്ക് അതായത് ബോട്ടിനെ എടുത്ത് അവർ കൊണ്ടുപോകും നദിയിൽ നിന്ന് എന്നുള്ളതാണ് കുട്ടി ഇമാജിൻ ചെയ്യുന്നത്. സോ ഇത്രയാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയിട്ടുള്ള വെയർ ഗോ ദ ബോട്ട്സിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.